ഒരു മന്ത്രിക്ക് അങ്ങനെ പറയാൻ തോന്നുമായിരിക്കാം. പക്ഷേ പൊതുവിൽ അദ്ദേഹം കേൾക്കേണ്ട സ്റ്റാൻഡ് LDFിൻ്റെ പൊതുവായ നിലപാടിൻ്റെ ഭാഗത്ത് നിരക്കുന്ന ഒന്നല്ല എന്നാണ് തോന്നിയത്. അതൊരു വികാരാവേശം മൂലം അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഈ പണിമുടക്കിനെ കേരളത്തിലെ LDF പൊതുവിൽ രാഷ്ട്രീയമായും ധാർമ്മികമായും പിന്താങ്ങുന്നുണ്ട്. അത് മറന്നുകൊണ്ടായിപ്പോയി ഗണേഷ് കുമാറിൻ്റെ ആ പ്രസ്താവനയെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറിയില്ല, അതറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതേപ്പറ്റി എന്തു പറയാനുണ്ടോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗണേഷ് കുമാർ എന്തുകൊണ്ട് പറഞ്ഞു വന്നു എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലാതെ അദ്ദേഹത്തിനെ പറയാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെയും രാജ്യത്തിന്റെയും എല്ലാ വഴിയും കൊട്ടിയടച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത വിധം വിലവർദ്ധനവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വീടില്ലായ്മ, വർഗീയ കലാപങ്ങൾ ഇതിനെല്ലാം ശക്തിപ്പെടുത്തുന്ന ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോൾ ഈ പണിമുടക്ക് വഴി തുറക്കാൻ വേണ്ടിയാണ്, വഴി മുടക്കാൻ വേണ്ടിയല്ല. ഈ സമരം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ വഴി തുറക്കാൻ വേണ്ടിയുള്ള മഹാസമരമായിട്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. എല്ലാ മെട്രോ നഗരങ്ങളിലും സംഘടിത വ്യവസായങ്ങളിൽ പണിമുടക്ക് മിക്കവാറും പൂർണ്ണമാണ്. എല്ലാ മെട്രോ നഗരങ്ങളിലും സംസ്ഥാനങ്ങൾ തോറും കൽക്കരി, വൈദ്യുതി, സിമന്റ്, തുറമുഖങ്ങൾ തുടങ്ങിയ പല മേഖലകളിലും അന്വേഷിച്ചപ്പോൾ അവിടെയെല്ലാം സംഘടിത മേഖലയിലെല്ലാം തന്നെ പണിമുടക്കിന്റെ പ്രതികരണം അങ്ങേയറ്റം പൂർണ്ണമാണ്, ആവേശകരമാണ്. ഒന്നുമില്ലല്ലോ. പണിമുടക്കിന്റെ മാർഗവും സമരത്തിന്റെ മാർഗവും ഹർത്താലിന്റെ മാർഗവുമെല്ലാം ഇന്ത്യ ആദ്യം കാണുകയല്ല. സ്വതന്ത്ര സമരത്തിന്റെ ഏറ്റവും തീഷ്ണമായ ദിനങ്ങളിൽ അത് ഇന്ത്യ കണ്ടതാണ്. മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമരവും പണിമുടക്കും മാത്രമാണ് പോംവഴി എന്ന് വന്നാൽ ആ മാർഗം തെറ്റല്ല, അത് ശരിയാണെന്ന്. അതുകൊണ്ട് ഈ സമരത്തിന്റെ അടച്ചക്ഷരിക്കുന്ന രാഷ്ട്രീയം അത് ആ ഒരു പിന്തിരിപ്പൻ രാഷ്ട്രീയമാണ്.